ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ നിങ്ങളുടെ ഗണിതം എന്ന സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാത്സിൽ ഏത് ചാപ്റ്ററായിരുന്നു മക്കളെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? IS ഈക്വൽ ഗ്രൂപ്പിൽ അതാ തുല്യമായ കൂട്ടം എന്നുള്ള ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതിലെ ബാക്കി പോർഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നോക്കിക്കേ മക്കളെ, ഇനി നമുക്ക് ലെറ്റ്സ് പാക്ക് എന്നുള്ള ഭാഗമായിരുന്നു നോക്കാനായിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ എന്താണ്? The table shows the number of soap bars the work experienced club made each day. Complete the table എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അതായത് നമുക്ക് അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ടല്ലോ മക്കളെ. ആ ഒരു ടേബിൾ എന്ന് പറയുന്നത് പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഓരോ ദിവസവും ഉണ്ടാക്കിയ സോപ്പിൻ്റെ എണ്ണമാണ് ആ ഒരു പട്ടികയിൽ കാണിച്ചിട്ടുള്ളത്. ഇവ പാക്കറ്റിലാക്കുക എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് അവിടെ ഒരു 4 കോളത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ എന്താണ് മക്കളെ? ആ ദിവസം എന്ന് പറയുന്ന കോളാണല്ലേ, ഡേ എന്ന കോളമാണ്. രണ്ടാമത്തതിൽ ആ ഒരു ഡേ ഉണ്ടാക്കിയിട്ടുള്ള സോപ്പിൻ്റെ എണ്ണമാണല്ലേ, നമ്പറാണ് തന്നിട്ടുള്ളത്. മൂന്നാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 2 ഇൻ ഈച്ച് പാക്കറ്റും അതുപോലെ തന്നെ 4 ഇൻ ഈച്ച് പാക്കറ്റും, അതായത് 2 എണ്ണം വീതമുള്ള ഓരോ പാക്കറ്റിലും 2 എണ്ണം വീതം നിറച്ചാലുള്ള എണ്ണമാണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. ഓരോ പാക്കറ്റിലും 4 എണ്ണം വീതം നിറച്ചാലുള്ള എണ്ണമാണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ ഏതാണ്? മൺഡേ ആണല്ലേ, തിങ്കളാണ് വരുന്നത്. അവിടെ എണ്ണം എത്രയാണ് മക്കളെ? യെസ്, 36 ആണല്ലേ. എത്രയാണ് മക്കളെ? 36 നമുക്ക് എന്തുള്ളത്? മൺഡേ നമുക്ക് അവിടെ എണ്ണം തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ആദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓരോ പാക്കിലും 2 എണ്ണം വെച്ച് നിറച്ചാലുള്ള പാക്കറ്റുകളുടെ എണ്ണമാണ് നമ്മൾ അവിടെ എഴുതേണ്ടതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 36നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 36 ഹരിക്കണം 2 നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. 36 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ മക്കളെ, എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക? യെസ്, നമ്മൾ ആദ്യം 36ൽ എത്ര ടൈമാണ് നമുക്ക് 2നെ മാറ്റി വെക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ 36നെ മൊത്തം നമ്മൾ നോക്കണോ? ആദ്യത്തെ നമ്പർ ഏതാണ്? 3 ആണല്ലേ, 3 ആണ്. 3ൽ നിന്ന് എത്ര തവണയാണ് മക്കളെ നമുക്ക് 2നെ മാറ്റാനായിട്ട് പറ്റുക? ഇവിടെ നോക്കിക്കേ, 1 2 3 അല്ലേ, 3 ബബിൾസ് ആണുള്ളത്. അതിനെ നമ്മൾ 2ൻ്റെ കൂട്ടങ്ങളാക്കുകയാണെങ്കിൽ ഇതെന്താണ്? 2ൻ്റെ ഒരു കൂട്ടം കിട്ടി. ഇനി നമുക്ക് 2ൻ്റെ കൂട്ടാക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. 2ൻ്റെ ആകെ ഒരു കൂട്ടം മാത്രമേ നമുക്ക് 3ൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ 3ൽ 2 എത്ര ടൈംസ് ആണ്? ഓൺലി 1. ഓക്കെ, ഇതുവരെ കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, 1 × 2 ചെയ്യണം അല്ലേ. 1 ഗുണിക്കണം 2 എത്രയാണ്? 2 ആണ്. then അടുത്ത സ്റ്റെപ്പ് എന്താണ്? മൈനസ് ചെയ്യുക അല്ലേ. 3 - 2 എത്രയാണ് മക്കളെ? 1 കിട്ടി. 1ൽ നിന്ന് നമുക്ക് 2 എടുക്കാനായിട്ട് കഴിയില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത നമ്പർ താഴേക്ക് ഇടാനുണ്ടോ നോക്കും. ഉണ്ടോ മക്കളെ? അവിടെ 6 ഉണ്ട് അല്ലേ. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. 16 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 16ൻ്റെ പകുതി എത്രയാണ്? 8 ആണ്. then 8 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. then എന്ത് ചെയ്യാണ്? അത് രണ്ടും മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 0 കിട്ടി. ഇനി നമുക്ക് നമ്പേഴ്സ് ഒന്നും താഴേക്ക് ഇറക്കി എഴുതാനില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. അപ്പം 2 എണ്ണം വീതം ഓരോ പാക്കറ്റിൽ നിറച്ച് നമുക്ക് എത്ര കിട്ടും? 18 അല്ലേ, 18 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമ്മളോട് പറഞ്ഞത് എന്താണ്? യെസ്, 4 എണ്ണം വീതം നിറച്ചാലാണ് അല്ലേ. 4 എണ്ണം വീതം നിറച്ചാൽ എത്രയായിരിക്കും ഉണ്ടായിരിക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എത്രയായിരിക്കും മക്കളെ? നോക്കിക്കേ, അതിനായിട്ട് നമുക്ക് 4ൻ്റെ ടേബിൾ നോക്കണം അല്ലേ. നോക്കിക്കേ മക്കളെ, ഇവിടെ നിങ്ങൾക്ക് 4ൻ്റെ ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കേ, 4 × 9 എത്രയാണ് മക്കളെ? 36 ആണല്ലേ. 4 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 36 ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം മക്കളെ? 4 × 9 ആണ് 36 എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്ക് 9 × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 36 കിട്ടും. അതായത് 4 എണ്ണം വീതം നമുക്ക് എത്ര പാക്കറ്റിൽ നിറയ്ക്കാം മക്കളെ? 9 പാക്കറ്റിൽ നിറയ്ക്കാം. എത്ര പാക്കറ്റിൽ നിറയ്ക്കാം? 9 പാക്കറ്റിൽ നിറയ്ക്കാൻ. ഇനി അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതി ചെയ്യാം കേട്ടോ. 36 ഡിവൈഡഡ് ബൈ 4 അല്ലേ ചെയ്യേണ്ടത് മക്കളെ. നമ്മൾ 36ൽ എത്ര ടൈംസ് നമുക്ക് 4 പോകുമെന്ന് നോക്കണം അല്ലേ. എത്ര ടൈംസ് ആണ് നമ്മൾ പറഞ്ഞു? 9 ആണ് അല്ലേ. അപ്പോൾ 9 എഴുതി. 9 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. മൈനസ് ചെയ്താൽ എത്രയാണ്? 0 ആണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? ട്യൂസ്ഡേ അല്ലേ. ചൊവ്വ നമുക്ക് 32 എണ്ണമാണുള്ളത്. അതിൽ നമുക്ക് 2 എണ്ണം വീതമുള്ള പാക്കറ്റിലാണ് ആക്കേണ്ടതില്ല. അപ്പോൾ 2ൻ്റെ ടേബിൾ നോക്കിക്കുക മക്കളെ. 2ൻ്റെ ടേബിളിൽ നമുക്ക് നോക്കിയാൽ അറിയാം അല്ലേ. നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു 32 ഡിവൈഡഡ് ബൈ 2 ചെയ്യാനായിട്ട് പറ്റും.
അത് നമുക്ക് 3ൽ 2 എത്ര ടൈംസ് ആണ്? ഒരു പ്രാവശ്യമാണ്. നമ്മൾ 1 എഴുതി. 1 × 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ 3 - 2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. ദെൻ അടുത്ത 1 നമ്മൾ താഴേക്ക് എഴുതി. 12 ആണ്. 12 / 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 6 ആണ് അല്ലേ. 6 × 2 12 ആണ്. ബാലൻസ് 0. ഓക്കെ, അപ്പോൾ എത്രയാണ്? 16 16 എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് 4 എണ്ണം വീതമല്ലേ ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 32 / 4 ആണല്ലേ. 32 ഹരിക്കണം 4 ആണ് ചെയ്യേണ്ടത്. 4ൻ്റെ ടേബിൾ നോക്കിക്കേ മക്കളെ. അവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എന്ത്. 4 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 4 × 8 എന്ന് പറയുന്നത് 32 ആണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എഴുതാം? 8 എന്ന് എഴുതാം അല്ലേ. എന്ത് എഴുതാം? 8 എന്ന് എഴുതാം. അതായത് 4 എണ്ണം വീതം നിറച്ചാൽ എത്ര നമുക്ക് കിട്ടും? 8 പാക്കറ്റാണ് കിട്ടുക. ഓക്കെ, അടുത്ത നോക്കിക്കേ മക്കളെ. ബുധൻ 24 ആണ് അല്ലേ. 24 എണ്ണമാണ്. ഓരോ പാക്കറ്റിലും 2 എണ്ണം വീതം നിറച്ചാൽ എത്രയാണ് മക്കളെ? 2 എണ്ണം വീതം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ പകുതിയാണ്. 2 എണ്ണം വീതം എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ എത്രയാണ്? 12. എത്രയാണ് മക്കളെ? 12. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 24 / 2 ചെയ്യാം അല്ലേ. 2ൽ 2ൽ നിന്ന് 2 ഒരു പ്രാവശ്യം നമുക്ക് എടുക്കാം. 2 ഇവിടെ 0 വരും. 4 നമ്മൾ താഴേക്ക് എഴുതി. 4ൽ 2 പ്രാവശ്യമാണ്. 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ബാലൻസ് 0. ഓക്കെ, ദെൻ 4 പാക്കറ്റല്ലേ ആക്കേണ്ടത്. 4 എണ്ണം വീതമല്ലേ ഓരോ പാക്കറ്റിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് മക്കളെ? മുകളിലൊക്കെ നോക്കിക്കേ. നമുക്ക് 80ൻ്റെ നേരെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? 9 എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ 60ൻ്റെ നേരെ ഹാഫാണ് എന്തെന്ന് പറയുന്നത്? 8 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 എണ്ണം ഇതാക്കും. ഇവിടെ നമുക്ക് എത്ര കിട്ടും മക്കളെ? 12ൻ്റെ നേരെ ഹാഫ് 6 കിട്ടും. എത്രയാണ് മക്കളെ? 6. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. മക്കൾക്ക് നോക്കിയാൽ 6 × 4 എത്രയാ? ഇവിടെ നിങ്ങൾക്ക് 6ൻ്റെ ടേബിൾ കണ്ട 6 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. അപ്പോൾ അവിടെ എത്രയാണ് നമുക്ക് കിട്ടുക? 6 ആണ് അല്ലേ. അടുത്ത നോക്കിക്കുക മക്കളെ. അടുത്ത ദിവസം വ്യാഴമാണ്. 48 ആണ് അല്ലേ. 48നെ 2 എണ്ണം വീതാക്കുന്ന സമയത്ത് അതിൻ്റെ നേരെ പകുതി എത്രയാണ്? 24 അല്ലേ. ഇനി 4 എണ്ണം വീതാക്കുമ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്? 12 ആയിട്ട് മാറും. ഇനി വെള്ളിയാഴ്ച എത്രയാണ്? 40 ആണല്ലേ. അപ്പോൾ 2 എണ്ണം വീതാക്കുമ്പോൾ 20 പാക്കറ്റ് ഉണ്ടായിരിക്കും. 4 എണ്ണം വീതാക്കുന്ന സമയത്ത് 10 പാക്കറ്റ് ഉണ്ടായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി നമ്മളോട് ആകെ എണ്ണം ചോദിക്കുന്നുണ്ട് കേട്ടോ. ആകെ എണ്ണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മക്കൾ അവിടെ ടോട്ടൽ ചെയ്തിട്ട് കാണണം. ആഡ് ചെയ്യാനേ ഉള്ളൂ. അത് മക്കൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. മക്കൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് ടോട്ടൽ എണ്ണം എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ മെഷർ ചെയ്യണം. ഓക്കെ മക്കളെ. ഇനി നിങ്ങൾക്ക് അവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ. What difference do you see in the number of packets when each packet has 2 bars and when each has 4 എന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അതായത് നോക്കിക്കുക മക്കളെ. നമ്മൾ 2 വീതം സോപ്പ് നിറച്ചപ്പോഴും അതുപോലെ തന്നെ 4 വീതവും നമ്മളിപ്പോൾ സോപ്പ് നിറച്ചല്ലോ 2 കോളങ്ങളിലായിട്ട്. അങ്ങനെ 2 വീതം നിറച്ചപ്പോഴും 4 വീതം നിറച്ചപ്പോഴും പാക്കറ്റിൻ്റെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് മക്കളെ? 2 എണ്ണം നിറച്ചപ്പോൾ കിട്ടിയ പാക്കറ്റിൻ്റെ നേർപകുതിയാണ്. അതായത് ആ പാക്കറ്റുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ് എന്ത്? 4 എണ്ണം വീതം നിറച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പാക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഓക്കെ, ഇനി നമ്മളടുത്ത് അവിടെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ആകെ സോപ്പുകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെടുത്ത് കണ്ടെത്താൻ. എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മക്കളെ? നോക്കിക്കേ. ഇവിടെ നമുക്ക് ടോട്ടൽ സോപ്പിൻ്റെ എണ്ണം നോക്കുമ്പോൾ 180 എന്ന് കിട്ടും. ഇനി നമുക്ക് 2 എണ്ണം വീതം നിറച്ചാൽ അതെന്തായിട്ട് മാറും? 90 പാക്കറ്റ്സ് ആയിട്ട് മാറും. ഇനി 4 എണ്ണം വീതം നിറയ്ക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? 45 പാക്കറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ മക്കളടുത്ത് താഴെ ആകെ സോപ്പുകളുടെ എണ്ണമൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കൾ കണക്കാക്കിയ രീതി നിങ്ങൾ അവിടെ എഴുതുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്കതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ. The soap is sold at 20 rupees for a bar. How much did the club get? ഹൗ ഡു വി കാൽക്കുലേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സോപ്പ് കട്ട 20 രൂപയ്ക്ക് വിറ്റാൽ ക്ലബിന് ആകെ എത്ര രൂപ കിട്ടും? എങ്ങനെ കണക്കാക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ എത്ര സോപ്പ് ഉണ്ട് മക്കളെ? 180 ആണുള്ളത് അല്ലേ. എത്ര സോപ്പ് ബാർസ് ആണ്? 180 ആണുള്ളത്. അപ്പോൾ ഒന്നിന് എത്രയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? 20 റുപ്പീസ് ആണല്ലേ. 20 രൂപ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ എങ്ങനെ കണ്ടെത്തും മക്കളെ? 180 ഗുണിക്കണം 20 ചെയ്താൽ മതിയല്ലോ. അത് നമ്മൾ താഴെയുള്ള സംഖ്യയോട് നമ്മൾ എന്ത് ചെയ്യണം? മുകളിൽ എല്ലാ സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അത് 0 കൊണ്ട് ചെയ്യുക. 0 × 0 എന്ന് പറയുമ്പോൾ 0 ആണ്.
0 × 8 എന്ന് പറയുന്നത് 0 ആണ്. 0 × 1 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദെൻ 2 കൊണ്ട് ചെയ്യുക. 2 × 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആണ്. അത് 2ൻ്റെ നേരെ താഴെ എഴുതണം കേട്ടോ. അടുത്ത 2 × 8 എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലേ. 8 ഗുണിക്കണം 2 16 ആണ്. 6 എഴുതി ബാലൻസ് 1 നെക്സ്റ്റ് നമ്പറിന് മുകളിലിട്ടു. ദെൻ 2 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 1 3. ഓക്കെ, ഇനി നമുക്ക് ആഡ് ചെയ്യല്ലേ വേണ്ടത്? 0 0 0 + 6 എന്ന് പറഞ്ഞാൽ 6 3 നമ്മൾ താഴേക്ക്. എത്ര കിട്ടി മക്കളെ? 3600 അല്ലേ. 3600 എന്ന് കിട്ടി. അപ്പോൾ എത്ര രൂപ നമുക്ക് കിട്ടും മക്കളെ? 3600 രൂപ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? അപ്പം ഇതേ രീതിയിലാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തറിഞ്ഞിരിക്കണം? നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. എല്ലാ മക്കളും റെഡിയാണല്ലോ? നെക്സ്റ്റ് പേജ് എടുത്തേ മക്കളെ. അപ്പം നമുക്കിപ്പോൾ എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മക്കളുടെ മൈൻഡിൽ ഓർമ്മ വേണം കേട്ടോ. എത്രയാണ്? 3600 ആണ് അല്ലേ. 3600 രൂപയാണ് നമുക്ക് എന്തായിട്ടുള്ളത്? ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ദ മണി ദേ ഗോട്ട് വാസ് ഓൾ ഇൻ 100 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ് അല്ലേ. അതായത് അവർക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം എന്താണ് മക്കളെ? ആ 100 രൂപ നോട്ടാണ് കേട്ടോ. 3600 രൂപയാണ് അവർക്ക് ടോട്ടൽ കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എല്ലാം എന്തിൻ്റെ നോട്ടുകളാണ്? 100 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര നോട്ടുകൾ അവർക്ക് കിട്ടി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര നോട്ടുകളാണ് മക്കളെ? എത്ര നോട്ടുകളാണ്? 36 നോട്ടുകളാണല്ലേ. 36 ആണ്. എത്രയാണ്? 36 നോട്ടുകളാണ് കേട്ടോ. അത് വളരെ സിമ്പിളാണ്. മക്കൾ നോക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് മിസ് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 4000 രൂപയുണ്ട്. 100 രൂപ നോട്ടുകളാണ് മുഴുവൻ കിട്ടിയതെങ്കിൽ എത്രയാണ് മക്കളെ ബാക്കി ഉണ്ടാവുക? 100ൽ എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യമുണ്ട്. ആ 2 പൂജ്യത്തിനായിട്ട് മാറ്റി വെക്കുക. ബാക്കി എത്രയാണ്? 40 ആണ്. അപ്പം 40 നോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. മക്കൾ ആ രീതിയിൽ ഓർക്കുക കേട്ടോ. എങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതൊക്കെ മക്കൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. ഇനി നമ്മളോട് ചോദിക്കുന്നുണ്ട്, എല്ലാം 200 രൂപയുടെ നോട്ടാണെങ്കിൽ എത്ര നോട്ടുകളുണ്ട്? എല്ലാം 200 രൂപയുടെ നോട്ടാണെങ്കിൽ എന്താണ് മക്കളെ? യെസ്, നേരെ 36ൻ്റെ നേരെ ഹാഫ് എടുത്താൽ മതി. എത്രയാണ്? 18 എന്ന് കിട്ടൂലേ. എത്ര കിട്ടും? 18 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമ്മളടുത്ത് പറയുന്നത് നോക്കിക്കേ. ലെറ്റ്സ് റൈറ്റ് ദീസ് യൂസിങ് ദി ഡിവിഷൻ സൈൻ. നമുക്കതെന്ത് ചെയ്യാം? ഡിവിഷൻ സൈനിൽ, അതായത് ഹരണ ചിഹ്നം ഉപയോഗിച്ച് എഴുതിയാലോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 3600 ഹരിക്കണം 100 അല്ലേ. 3600 ഹരിക്കണം 100. അതുപോലെ തന്നെ 3600 ഡിവൈഡഡ് ബൈ 200 അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് അവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യം നമുക്ക് 100 കൊണ്ട് ഹരിച്ചപ്പോൾ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 36ഉം 200 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 18 ആണ് കിട്ടിയിട്ടുള്ളത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇനി മക്കളടുത്ത് പറയുന്നത് താഴെ തന്നിട്ടുള്ളത് മനക്കണക്കായിട്ട് ചെയ്യൂ എന്നാണ് പറഞ്ഞത് കേട്ടോ. നോക്കിക്കേ മക്കളെ. 36 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? 36 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ അതിന് നേരെ പകുതി എത്രയാണ്? 18. എത്രയാണ് മക്കളെ? 18 ആണ് അല്ലേ. 36 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. ഇനി 36 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? യെസ്, അതിൻ്റെ നേരെ പകുതിയാണ് വരിക അല്ലേ. അതിൻ്റെ നേരെ എന്താണ് വരിക? പകുതിയാണ്. അപ്പം 18ൻ്റെ പകുതി എത്രയാണ് മക്കളെ വരിക? 18ൻ്റെ പകുതി എത്രയാണ് വരിക? മക്കൾ പറഞ്ഞേ. 18ൻ്റെ പകുതി എത്രയാണ് വരിക? യെസ്, 9 ആണ് വരിക അല്ലേ. എത്രയാണ് വരിക? 9 ആണ് വരിക. അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടും? 9 എന്ന് എഴുതാം. ഇനി അടുത്തത് 32 ഹരിക്കണം 12. 32 ഹരിക്കണം 2 എത്രയാണ് മക്കളെ? 32ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 16 ആണ് അല്ലേ. 16 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം? 32നെ 4 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 16ൻ്റെ പകുതി കണ്ടാൽ പോരെ. എത്രയാണ്? 8 ആണ് അല്ലേ. ഇനി നമുക്ക് 40 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത് അല്ലേ. 40 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് മക്കളെ? 20 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലേ? 20 ആണ്. അങ്ങനെയാണ് 40 ഡിവൈഡഡ് ബൈ 4 എത്രയാണ് മക്കളെ വരിക? 10 ആണ് വരിക. ഇനി നമുക്ക് 72 ഹരിക്കണം 2 ആണ് വരിക അല്ലേ. എത്രയാണ് മക്കളെ? 36 ആണ് 72ൻ്റെ പകുതി എന്ന് പറയുന്നത്. ഇനി 72 ഹരിക്കണം 4 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 36ൻ്റെ പകുതി 18 എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? വളരെ ഈസിയാണ് കേട്ടോ മക്കളെ. വളരെ ഈസിയാണ്. ഇനി നിങ്ങൾക്ക് അവിടെ ചെറിയൊരു മെത്തേഡ് പറഞ്ഞു തരുന്നുണ്ട്. നോക്കിക്കേ മക്കളെ. നമ്മളിപ്പോൾ മുകളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. നോക്കിക്കേ മക്കളെ. യൂസിങ് ദി എബോ ടേബിൾ ഹൗ ഡു വി കാൽക്കുലേറ്റ് 76 ഡിവൈഡഡ് ബൈ 2? അതായത് മുകളിൽ തന്നിട്ടുള്ള ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് 76 ഹരിക്കണം 2 എന്നുള്ളത് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത് കേട്ടോ. മുകളിലെ പട്ടിക ഉപയോഗിച്ച് 76 ഹരിക്കണം 2 എങ്ങനെ കണക്കാക്കാം? നോക്കിക്കേ മക്കളെ. 76 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്?
40 കൂട്ടണം 36 എന്തെന്ന് പറയുന്നത് 76 എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് 76 ഹരിക്കണം 2 ചെയ്യേണ്ടത്. 76 നമ്മൾ 40 36 എന്നിങ്ങനെ 2 കൂട്ടമാക്കി മാറ്റിയില്ലേ. അപ്പം 40 എന്ന എണ്ണത്തെ നമ്മൾ തുല്യമായ 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയാണ് മക്കളെ? 40നെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം എത്രയാണ്? 20 ആണല്ലേ, 20 അതിൻ്റെ പകുതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അറിയേണ്ടത്? 36 ആണല്ലേ. 36നെ 2 കൂട്ടാക്കിയാൽ നമുക്കറിയാം എത്രയാണ്? 18. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 76 എണ്ണത്തെ തുല്യ 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയാണ്? ഇത് 2 കൂടി നമുക്ക് ആഡ് ചെയ്താൽ പോരെ മക്കളെ. എത്ര നമുക്ക് കിട്ടും? 38 എന്ന് കിട്ടും. എത്ര കിട്ടും നമുക്ക്? 38 എന്ന് കിട്ടും. ആ രീതിയിൽ വേണമെങ്കിൽ മക്കൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാനായിട്ടുണ്ട്. എത്രയാണ്? 68/2 ചെയ്യണം, 68/4 ചെയ്യണം, അതുപോലെ തന്നെ 76 ഹരിക്കണം 4 ചെയ്യണം. ഓക്കെ, 68 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്കതിൻ്റെ പകുതി എടുത്താൽ മതി. എത്രയാണ് 68ൻ്റെ പകുതി എന്ന് പറയുന്നത്? 34 ആയിരിക്കും. എത്രയാണ് മക്കളെ? 34 ആണ് വരിക അല്ലേ. 34 എന്ത്? 68 ഹരിക്കണം. ഇതൊക്കെ മക്കൾക്ക് മെൻ്റൽ കണക്കായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് ഒരു മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കണക്കുകളെ നമുക്കിവിടെയൊക്കെ തന്നിട്ടുള്ളൂ കേട്ടോ. 68ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 68 ഹരിക്കണം 2 ചെയ്യുന്നത്. അങ്ങനെ മക്കൾക്ക് എഴുതി ചെയ്യേണ്ടവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. 68 ഹരിക്കണം 2 അല്ലേ. 6ൽ 2 3 തവണയാണ് പോവുക. 3 × 2 എന്ന് പറയുന്നത് എത്ര? 6 ആണ്. മൈനസ് ചെയ്താൽ 0. 8നെ നമ്മൾ താഴേക്ക് എഴുതി. ഇനി നമുക്ക് 8ൽ 2 4 പ്രാവശ്യമാണ് അല്ലേ. 4 എഴുതി. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. ബാലൻസ് 0 കിട്ടി. മക്കൾ ഇതൊന്നും മക്കൾ എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മക്കൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമുക്ക് നോക്കാം. 68ന് നമ്മൾ 4 കൊണ്ടാണ് ഹരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 34ൻ്റെ പകുതി എടുത്താൽ മതി. എത്രയാണ്? 17 ആണല്ലേ. 17 ആണ്. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. 17 ആണ്. അടുത്തത് 76/4 ആണ് ചെയ്യേണ്ടത്. 76/4 ആണ് ചെയ്യേണ്ടത്. നമുക്ക് നേരത്തെ 76/2 ചെയ്തപ്പോൾ 38 അല്ലേ കിട്ടിയത്. അപ്പോൾ 4 ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ പകുതിയാണ് കിട്ടുക. എത്രയാണ് മക്കളെ? 19 ആണല്ലേ. 19 ആണ് കിട്ടുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് താഴെ തന്നിട്ടുള്ളൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്നാണ് പറഞ്ഞിട്ട്. വളരെ സിമ്പിളാണ് മക്കളെ. നോക്കിക്കേ, ആദ്യം നമുക്ക് 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. അങ്ങനെയാണെങ്കിൽ 48/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ് അല്ലേ മക്കളെ. 8 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 48 ആണ്. അങ്ങനെ 48നെ 8 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എത്ര നമുക്ക് ആൻസർ കിട്ടും? 6 എന്ന ആൻസർ കിട്ടും അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ 48നെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 8 എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണ് ബാക്കിയുള്ളത് നോക്കിക്കുക മക്കളെ. 9 × 4 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 36/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 9 എന്ന ആൻസർ കിട്ടും. അതുപോലെ തന്നെ 36/9 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4 എന്ന ആൻസർ കിട്ടും. ഇനി 7 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാൽ 42 ആണ്. അങ്ങനെയാണെങ്കിൽ 42 ഹരിക്കണം 6 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 7 ആണ്. അതുപോലെ തന്നെ 42 ഹരിക്കണം 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് 6 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 30 ആണ്. അങ്ങനെയാണെങ്കിൽ 30 ഹരിക്കണം 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുപോലെ 30 ഹരിക്കണം 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. മനസ്സിലായിട്ടുണ്ട് മക്കളെ. ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. ഡോൾ മേക്കിംഗ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് അടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഡോൾ മേക്കിംഗ്, പാവ നിർമ്മാണം. നോക്കിക്കേ മക്കളെ. ചിൽഡ്രൻ വെർ split into different groups in the work experience camp. Each group made 48 dolls. These are being packed equally into 6 boxes. Sana, the leader of the first group, put 1 doll in each box. How many dolls were placed in boxes എന്നാണ് ചോദിച്ചത്. അതുപോലെ how many dolls are left എന്ന് നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ പല ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് പല കൂട്ടങ്ങളാക്കി മാറ്റി. ഓരോ കൂട്ടവും എന്ത് ചെയ്തു മക്കളെ? 48 പാവയാണ് ഉണ്ടാക്കിയത് കേട്ടോ. എത്രയാണ് മക്കളെ? 48 പാവയാണ് ഉണ്ടാക്കിയത്. ഇവ 6 പെട്ടിയിൽ തുല്യമായിട്ട് വെക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, എത്ര പാവയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? 48 പാവയാണ് അല്ലേ. 48 പാവ. അത് മക്കൾ അവിടെ ഓർത്ത് വെക്കുക. അതുപോലെ അവ എന്താണ് ചെയ്തിട്ടുള്ളത്?
6 പെട്ടിയിൽ തുല്യമായിട്ട് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. 6 പെട്ടിയിൽ അവയെ തുല്യമായിട്ട് വെക്കുകയാണ് ചെയ്തത്. ഒന്നാമത്തെ കൂട്ടത്തിലെ നേതാവായിട്ടുള്ള സന ചെയ്ത് നോക്കൂ. ഓരോ പെട്ടിയിലും ഒരു പാവ വീതം അവൾ വെച്ചു. ഓക്കെ മക്കളെ, അവൾ എന്ത് ചെയ്തു? ഓരോ പെട്ടിയിലും ഓരോ പാവ വീതം വെച്ചു അല്ലേ. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പാവയാണ് പെട്ടിയിൽ വെച്ചത്, എത്ര പാവ ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ പെട്ടിയിലും അവൾ ഓരോ പാവ വീതം വെക്കുകയാണെങ്കിൽ ഇവിടെ എത്ര പെട്ടിയുണ്ട് മക്കളെ, എത്ര പാവയാണ് വെച്ചിട്ടുള്ളത് നോക്കിക്കേ. 1 2 3 4 5 അല്ലേ. 5 6 അല്ലേ. 6 ഡോളിനാണ് വെച്ചത്. അപ്പം എത്ര പാവയാണ്, ആകെ എത്ര പാവയാണ് അവൾ പെട്ടിയിൽ വെച്ചത്? 6 എണ്ണമാണ് വെച്ചത്. ബാക്കി എത്ര പാവ ഉണ്ടായിരിക്കും മക്കളെ? നമുക്കറിയാം 48 ആണുള്ളത്. 48 മൈനസ് 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 42. 48 6 പോവുകയാണെങ്കിൽ 42 പാവ. ഇനി വീണ്ടും അവൾ എന്ത് ചെയ്തു? ഓരോന്ന് വെച്ചു. എത്ര എണ്ണം കൂടി എടുത്തു മക്കളെ? എത്ര എണ്ണം കൂടിയാണ് എടുത്തിട്ടുള്ളത്? വീണ്ടും അവൾ എന്ത് ചെയ്തു? 6 എണ്ണം. ഓരോന്ന് വീതം ഓരോ പെട്ടിയിൽ വെക്കണേ. വീണ്ടും അവൾ എന്ത് ചെയ്തു? 6 എണ്ണം എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര പാവ ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ 42 അല്ലേ ഉണ്ടായിരുന്നത് മക്കളെ. ആ 42-ൽ നിന്ന് എന്ത് ചെയ്തു? വീണ്ടും എത്ര എണ്ണം മൈനസ് ആയി? 6 എണ്ണം മൈനസ് ആയിട്ടുണ്ട് അല്ലേ. 42-ൽ നിന്ന് 6 എണ്ണം മൈനസ് ആയാൽ എത്രയാണ് മക്കളെ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ. 42 കുറയ്ക്കണം 6 അല്ലേ. 42 മൈനസ് 6 എത്രയാണ് മക്കളെ ആൻസർ വരിക? 42-ൽ നിന്ന് 6 എണ്ണം വീണ്ടും പോവുകയാണെങ്കിൽ എത്രയാണ് ആൻസർ വരുന്നത്? നോക്കിക്കേ, നമുക്കത് മൈനസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2 മൈനസ് 6 അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത നമ്പറായിട്ടുള്ള 4-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിന് ഇവിടേക്ക് മാറ്റുകയാണ് വേണ്ടത് അല്ലേ. 4-ൽ നിന്ന് ഒന്നിന് നമ്മൾ ഇവിടേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറി? 12 ആയിട്ട് മാറി. 12 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. ഇവിടെ 4 മാറിയിട്ട് 3 ഉണ്ടായിരിക്കും. 3 നമ്മൾ എന്ത് ചെയ്തു? നേരെ താഴേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി മക്കളെ? ബാക്കി 36 എന്ന് കിട്ടി. 36 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇങ്ങനെ തുടർന്നാലോ ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വെക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര പാവ വെക്കാം മക്കളെ? അവിടെ നിങ്ങൾക്ക് സൈഡിൽ ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ളൊരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തല്ലോ. 36 അല്ലേ ഉള്ളത്. 36 നിന്ന് വീണ്ടും എന്ത് ചെയ്തു? അടുത്ത ഒരു പ്രാവശ്യം അവൾ എന്ത് ചെയ്യും? ഇതേ കണക്ക് ഓരോ പെട്ടിയിലും ഓരോ പാവ വീതം വെക്കൂലേ. 6 പാവ വെക്കും. അപ്പോൾ 36 മൈനസ് 6 കിട്ടി. എത്രയായിരിക്കും? 30 ആയിരിക്കില്ല. അടുത്തത് വീണ്ടും എന്ത് ചെയ്യണം? 30 മൈനസ് 6 ചെയ്യണം. അപ്പോൾ എത്രയാണ് മക്കളെ ബാക്കി ഉണ്ടായിരിക്കുക? 30-ൽ നിന്ന് 6 പോവുകയാണെങ്കിൽ 24 ആണല്ലേ. 24 വീണ്ടും 24-ൽ നിന്ന് എന്ത് ചെയ്യണം മക്കളെ? 24-ൽ നിന്ന് വീണ്ടും 6 നമ്മൾ മൈനസ് ചെയ്യണമല്ലേ. അപ്പോൾ എത്രയാണ് മക്കളെ ഉണ്ടാവുക? യെസ്, 18 ആണ് ഉണ്ടാവുക. 18-ൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 6 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. 12-ൽ നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 6-നെ മാറ്റാമല്ലേ. അപ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 6-നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് വീതം വെച്ചാൽ നമുക്ക് ലാസ്റ്റ് എന്താവും മക്കളെ? 0 ആവും. അപ്പം ഇത്തരത്തിലല്ലേ മക്കളെ നമ്മൾ പെട്ടിയിൽ വെക്കുക. അപ്പോൾ ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വീതം വെക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് മക്കളെ? നോക്കിക്കേ, ഇവിടെ നമ്മൾ എത്ര പ്രാവശ്യമാണ് 6-ൻ്റെ ഗ്രൂപ്പിന് എടുത്തിട്ടുള്ളത് നോക്കി കൗണ്ട് ചെയ്തേ മക്കളെ. 1 2 3 4 5 6 7 8 8 പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി? ഇങ്ങനെ ഓരോന്ന് വീതം ഓരോ പെട്ടിയിൽ ഇടാനായിട്ട് പറ്റിയില്ലേ. അപ്പോൾ ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വെക്കാം നമുക്ക് മക്കളെ? എത്ര വെക്കാം? 8 അല്ലേ. 8 എണ്ണം വീതം വെക്കാം. അതായത് നമ്മൾ 48 ഹരിക്കണം എന്ത് ചെയ്താൽ മതി മക്കളെ? 6 ചെയ്താൽ മതി. എത്രയാണ്? 8 എന്നാണ് നമുക്ക് കിട്ടുക. അതിനെ ഗണിത രൂപത്തിൽ എഴുതിയാൽ, അതാണ് കേട്ടോ മിസ് അവിടെ മുകളിൽ എഴുതിയിട്ടുള്ളത്. എങ്ങനെ നമുക്ക് എഴുതാം? 48 ഡിവൈഡഡ് ബൈ 6 = 8 എന്ന് എഴുതാം. 48 ആയിരിക്കണം. 6 എത്രയാണ് മക്കളെ നമുക്ക് കിട്ടുക? 8 എന്നാണ് കിട്ടുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം അല്ലേ. അത് വെച്ച് മക്കൾ ചെയ്താൽ മതി. ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ നമുക്കറിയാം 48 പാവകളാണുള്ളത് എന്നറിയാം അല്ലേ. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 48 പാവകളാണ്. ഇവ 6 തുല്യ പെട്ടിയിലാണ് വെക്കേണ്ടതെന്ന് പറയും. 48 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? 6 ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 8 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. അതിന് നമുക്ക് അവിടെ ചിത്രീകരിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് പാവകളെ തുല്യമായി വീതിച്ച ചിത്രം നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ.
ആദ്യം എന്ത് ചെയ്തു 6 പാവകൾ എന്ത് ചെയ്തു ഓരോ പെട്ടി, ഒന്നാമത്തെ പെട്ടി രണ്ടാമത്തെ പെട്ടി അങ്ങനെ ആക്കി വെച്ചു. അപ്പോൾ എന്തായി മക്കളെ 48ൽ നിന്ന് 6 പാവകൾ പോയിട്ട് 42 എണ്ണം കിട്ടി. 42 എണ്ണത്തിൽ വീണ്ടും 6 പാവകൾ എന്ത് ചെയ്തു ഓരോ പെട്ടിയിലാക്കി വെച്ചു. അപ്പോൾ 42ൽ നിന്ന് 6 പോയി 36 ആയി. 36ൽ നിന്ന് വീണ്ടും 6 എണ്ണത്തിന് വെച്ചു. അപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. 30ൽ നിന്ന് വീണ്ടും 6 എണ്ണത്തിന് നമ്മൾ വെച്ചു, 24 കിട്ടി. 24 എണ്ണത്തിൽ നിന്ന് വീണ്ടും ഓരോ എണ്ണത്തിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഓരോരോ പെട്ടിയിൽ ആക്കി 6 പെട്ടിയിൽ വെച്ചപ്പം 18 കിട്ടി. 18 നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു 6 എണ്ണത്തിന് വെച്ചപ്പോൾ 12 എണ്ണമായി. 12 നിന്ന് വീണ്ടും നമ്മൾ 6 എണ്ണത്തിന് എടുത്തപ്പോൾ ബാക്കി 6 എണ്ണമായി. 6 എണ്ണത്തിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം 6 എണ്ണത്തിന് എടുക്കാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? എന്നിട്ട് എന്ത് ചെയ്തു ആകെ എണ്ണം നോക്കിക്കേ. ഒന്നാമത്തെ പെട്ടിയിൽ 1 2 3 4 5 6 7 8 എണ്ണം 8 എണ്ണം. അതുപോലെ രണ്ടാമത്തെ പെട്ടിയിലും 8, മൂന്നാമത്തെ പെട്ടിയിൽ 8, നാലാമത്തെ പെട്ടിയിൽ 8, അഞ്ചാമത്തെ പെട്ടിയിൽ 8, ആറാമത്തെ പെട്ടിയിൽ 8. ഓക്കെ, അതാണ് ഇവിടെ ഇത് 6 × 8 = 48 എന്ന് എഴുതിയത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, ഇനി നമുക്കവിടെ ചെറിയൊരു നോട്ട് തന്നിട്ടുണ്ട്. 48 dolls are divided into 6 groups of equal size and each group has 8 dolls. അല്ലേ? എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഓരോ കൂട്ടത്തിലും എന്താണ് 8 പാവയുണ്ട് അല്ലേ? അതിന് നമ്മൾ ഗണിത രൂപത്തിൽ എഴുതി നമുക്ക് എന്ത് കിട്ടും? 48 / 6 എന്ന് കിട്ടും അല്ലേ? 48 / 6 എന്ന് കിട്ടും അല്ലേ? അതെത്രയാണ്? 8 ആണ് അല്ലേ? ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് 48 പാവകൾ ഒരു പെട്ടിയിൽ 8 എണ്ണം വീതം എത്ര പെട്ടിയിൽ നിറയ്ക്കുക അല്ലേ? 48 പാവകളെ ഒരു പെട്ടിയിൽ 8 എണ്ണം വീതം എത്ര പെട്ടിയിൽ നിറയ്ക്കുക? നമ്മൾ നേരത്തെ റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? 48 / 6 = 8 ആണെങ്കിൽ 48 / 8 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 6 ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതൊന്നും മക്കൾ അധികം ആലോചിക്കേണ്ട കാര്യമില്ല. അതൊക്കെ മക്കൾക്ക് എന്ത് കിട്ടും? കുറേ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളത് ആൻസറിലോട്ട് എത്തും കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ഭാഗത്തോട്ട് പോവാം അല്ലേ? നോക്കിക്കുക മക്കളെ, ഇങ്ങനെയും വെക്കാം എന്നുള്ളൊരു ഭാഗമാണ് കേട്ടോ. അനദർ വേ കേട്ടോ, നമ്മളിപ്പം ചെയ്തിട്ടുള്ളതല്ലാതെ മറ്റൊരു വേയിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാവുന്നതാണ്. നോക്കിക്കുക മക്കളെ, എന്താണ്? ദ സെക്കൻഡ് ഗ്രൂപ്പ് പാക്ക്ഡ് ലൈക്ക് ദിസ്. ഫസ്റ്റ് ദേ പുട്ട് 5 dolls ഇൻ ഈച്ച് ബോക്സ്. എന്താണ് മക്കളെ ചെയ്തത്? സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? ആദ്യം എന്താണ് ചെയ്തത്? പുട്ട് 5 dolls ഇൻ ഈച്ച് ബോക്സിൽ. ഓരോ ബോക്സിലും എന്താണ് ചെയ്തിട്ടുള്ളത്? 5 ഡോളിനെ വെച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓരോ പെട്ടിയിലും എന്ത് ചെയ്തു? 5 എണ്ണം വെച്ചു. ആകെ എത്ര പാവയാണ് വെച്ചിട്ടുള്ളത്? അപ്പോൾ നോക്കിക്കുക മക്കളെ, നമുക്കറിയാം അല്ലേ, എത്ര ബോക്സ് ആയിരുന്നു ആകെ ഉണ്ടായിരുന്നത്? 6 ബോക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നിൽ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് വെച്ചിട്ടുള്ളതിൽ. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വെച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 × 5 ചെയ്താൽ മതി. എത്രയാണ് മക്കളെ നമുക്ക് കിട്ടുക? 6 × 5 എന്ന് പറയുന്നത് 30 ആണ്. ടേബിൾ പഠിക്കാനായിട്ട് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എത്ര കൂടി വെക്കാനായിട്ട് ഉണ്ട് മക്കളെ? ഇനി ബാലൻസ് എത്രയുണ്ട് മക്കളെ? ഹൗ മെനി ഡോൾസ് ലെഫ്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ടോട്ടൽ അറിയാം 48 ആണ്. ആ 48ൽ നിന്ന് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള 30നെ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 48 - 30 ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക മക്കളെ? 48 കുറയ്ക്കണം 30 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? യെസ്, 18 എന്ന് കിട്ടൂലേ? എത്ര കിട്ടും നമുക്ക് അവിടെ? 48 - 30 മക്കൾ ചെയ്യണോ കേട്ടോ. എത്രയാണ്? 18 എന്ന് കിട്ടും. ഓക്കെ മക്കളെ, ഓരോ പെട്ടിയിലും 5 എണ്ണം വീതം വെക്കാൻ വീണ്ടും കഴിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇത് നമുക്ക് എത്രയേ ഉള്ളൂ? ആകെ 18 എണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ. എത്ര എണ്ണ നമ്മുടെ കയ്യിലുള്ളൂ മക്കളെ? 18 ഡോളല്ലേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ അടുത്താണ് എത്ര പെട്ടിയുണ്ട് മക്കളെ? എത്ര പെട്ടിയുണ്ട്? 1 2 3 4 5 6 പെട്ടിയുണ്ട് അല്ലേ? ഇനി നമുക്ക് ഓരോന്നിലും 5 എണ്ണം വെക്കാൻ പറ്റുമോ? 18ൽ നിന്ന് 5 എണ്ണം ഇവിടെ വെച്ചു അല്ലേ? 5 എണ്ണം വീണ്ടും ഇവിടെ വെക്കുമ്പോൾ 10 ആയി. മൂന്നാമത്തേൽ വെക്കുമ്പോൾ തന്നെ എന്തായി? 15 ആയി. പിന്നെ 5 എണ്ണം വീതം വെക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടാവും ഇല്ല. അപ്പോൾ 5 എണ്ണം വെക്കാനായിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര എണ്ണം വീതം വെക്കാനായിട്ട് പറ്റും മക്കളെ? 2 എണ്ണം വീതം ഒന്ന് വെച്ച് നോക്കിയാലോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 2 എണ്ണം വെച്ചു. ഇവിടെ 2 എണ്ണം വെക്കുമ്പോൾ 4 ആയി. ഇവിടെ വെക്കുമ്പോൾ 6 8 10 ഇവിടെ എത്തുമ്പോൾ എത്രയായി? 12 എണ്ണം ആയി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 എണ്ണം വീതം എന്ത് ചെയ്യാം?
വെക്കാല്ലേ. അങ്ങനെ 2 എണ്ണം വീതം വെച്ചാൽ എത്ര എണ്ണം വെക്കാൻ വേണ്ടി പറ്റും മക്കളെ? നമുക്ക് 2 എണ്ണം വീതം വെച്ചാൽ നമുക്ക് എത്ര എണ്ണം വീതം വെക്കാനായിട്ട് പറ്റും? എത്ര എണ്ണം വെക്കാനായിട്ട് പറ്റും മക്കളെ? നമുക്കറിയാലോ 6 പെട്ടിയാണുള്ളത് അല്ലേ, 6 ബോക്സ് ആണുള്ളത്. അപ്പോൾ 6 ഇൻറ്റു ഒന്നിൽ എത്ര എണ്ണം വെക്കുന്നത്? നമ്മൾ 2 എണ്ണമാണ് വെക്കുന്നത്. അപ്പോൾ 6 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 അല്ലേ. 12 എണ്ണം വീണ്ടും നമ്മൾ എന്ത് വെച്ചു? ആകെ 18 എണ്ണമായിരുന്നു ബാലൻസ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 12 എണ്ണം വെച്ചു. ബാക്കി എത്ര ഉണ്ടായിരിക്കും മക്കളെ? 8 മൈനസ് 2 എത്രയാണ് മക്കളെ? 8 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. ബാക്കി എത്രയാണുള്ളത്? 6 ആണുള്ളത്. ഇനി നമുക്ക് എത്ര എണ്ണം വീതം മക്കളെ വെക്കാം? അവിടെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ബാക്കി ലെഫ്റ്റ് വന്നത് എത്രയാണ്? 6 എന്ന് മക്കൾ അവിടെ എഴുതണം കേട്ടോ, 6 എന്ന് മക്കൾ അവിടെ എഴുതണം. ബാക്കി എത്രയാണ് നമുക്ക് വന്നിട്ടുള്ളത്? 6 ആണ് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, 18 മൈനസ് 12 എന്ന് പറയുന്നത് 6 കിട്ടി. ഇനി ഇവ എത്ര എണ്ണം വീതം വെക്കാം? ഓരോ 6 പെട്ടിയുണ്ട്, 6 സോപ്പുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നിലും എത്ര എണ്ണം വീതം വെക്കാം? 1 വീതം വെക്കാം അല്ലേ. 6 ഇൻറ്റു 1 എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പോൾ 1 വീതം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പെട്ടിയിലായിട്ട് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സോപ്പ് കഴിയില്ലേ മക്കളെ? കഴിയില്ലേ. ഇനി ഓരോ പെട്ടിയിലെയും എണ്ണം നമുക്ക് കാണണം അല്ലേ. ആദ്യം നമ്മൾ എത്രയാണ് വെച്ചത്? 5 എണ്ണമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ 5 ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ 2 എണ്ണം വീതമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ 1 ആണ് വെച്ചതില്ല. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം വെച്ചു? 8 എണ്ണം വെച്ചു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ആ രീതിയിൽ നിങ്ങൾക്ക് ആലോചിക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് ഓരോന്ന് ഇങ്ങനെ വെച്ച് പോയതായിരുന്നു അല്ലേ. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ത് ചെയ്തു? ആദ്യം തന്നെ 5 എണ്ണം വീതം വെച്ചു. പിന്നെ എന്ത് ചെയ്തു? 5 എണ്ണം വീതം വെക്കാനില്ലാത്തതുകൊണ്ട് 2 എണ്ണം വീതം വെച്ചു. പിന്നെയും ബാലൻസ് വന്നപ്പോൾ 1 വീതം വെച്ചപ്പോൾ അവരുടെ കയ്യിലുള്ള സോപ്പ് എന്തായി? ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കവിടെ ടേബിളിലായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക മക്കളെ, നമ്മളിപ്പം ചെയ്ത രീതി ജസ്റ്റ് അവിടെ ഒരു ടേബിളായിട്ട് തന്നിട്ടേ ഉള്ളൂ. നോക്കിക്കുക മക്കളെ, പാക്കഡ് ഡോൾസ് ആദ്യം എത്ര എണ്ണമായിരുന്നു? 5 എണ്ണം വീതമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പെട്ടിയിൽ ബോക്സ് 1ൽ 5 എണ്ണം, ബോക്സ് 2ൽ 5, ബോക്സ് 3ൽ, ബോക്സ് 4ൽ, ബോക്സ് 5ൽ, ബോക്സ് 6ൽ അല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാത്തിലൂടെയും മൊത്തം എത്ര എണ്ണം വെച്ചിട്ടുണ്ട്? കൗണ്ട് ചെയ്ത് നോക്കിയാൽ മക്കൾക്കറിയാം 30 എണ്ണമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 48 കുറയ്ക്കണം 30 ചെയ്തപ്പോൾ എത്ര കിട്ടി? 18 എണ്ണമാണുള്ളത്. പിന്നെ എന്ത് ചെയ്തു? 6 ബോക്സിൽ 2 എണ്ണം വീതം വെച്ചു അല്ലേ. 2 എണ്ണം വീതം വെച്ചപ്പോൾ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ടോട്ടൽ എത്ര വരും? യെസ്, 12 കിട്ടും അല്ലേ. അപ്പോൾ 18ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ ബാക്കി 6 കിട്ടി. 6 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ പെട്ടിയിൽ ഇനി ഓരോന്ന് വെച്ച് കൊടുത്താൽ പോരെ മക്കളെ. അങ്ങനെ നമ്മൾ വെച്ചു. ബാക്കി ഇനി എത്രയുള്ളത്? 0 ആണ്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് നോക്കി. ഇവരെല്ലാവരും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 കിട്ടും. അടുത്തത് 8. അപ്പോൾ എന്താണ്? 6 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നോക്കിക്കേ മക്കളെ, അവിടെ നമുക്ക് തന്നിട്ടുള്ള നോട്ട് നോക്കിക്കേ. 48 dolls are divided into 6 equal groups and each group has 8 dolls അല്ലേ. അതായത് 48 ഡോളുകളെ, 48 പാവയെ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി അല്ലേ. അപ്പോൾ ഓരോ കൂട്ടത്തിലും എത്രയുണ്ട്? 8 പാവകളുണ്ട്. അതെനിക്ക് ഗണിത രൂപത്തിൽ എഴുതിയാലോ? നമ്മൾ നേരത്തെ എഴുതിയത് അല്ലേ. 48 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 8 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി നമുക്ക് ആ ഒരു ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള ക്രിയ നമുക്ക് ഒന്നുകൂടി അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് തന്നിട്ട് മക്കൾ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി ഇല്ല. 5 എണ്ണം വീതം വെച്ചാൽ 5 എണ്ണം വീതം 6 എണ്ണത്തിൽ വെച്ചാൽ എത്രയാണ്? 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്, 30 ആണല്ലേ. അപ്പോൾ 48ൽ നിന്ന് 30 മൈനസ് ചെയ്തു, ബാക്കി 18 കിട്ടി. ഇനി 2 എണ്ണം വീതം വെച്ചാൽ 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. അപ്പോൾ 18ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി ഒരെണ്ണം വീതം വെച്ചാൽ 6 ഇൻറ്റു 1 എന്ന് പറയുന്നത് 6 ആണ്. ബാലൻസ് എത്രയാണ്? 0 ആണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അടുത്ത മെത്തേഡ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് മക്കളൊന്ന് നോക്കി വെച്ചാൽ മതിയാവും. ഓക്കെ മക്കളെ, ഇനി അടുത്ത ഭാഗം നോക്കിക്കേ. ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡ് എന്നുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ മക്കളെ. ഫ്രൂട്ട് സാലഡ് എന്നുള്ള പ്രവർത്തനം നോക്കിക്കേ മക്കളെ. ദേ ഓൾസോ മെയ്ഡ് ഫ്രൂട്ട് സാലഡ് ഇൻ ക്യാമ്പ്. For that 48 orange were brought. They are to be divided equally among 6 groups. Each group has given 6 oranges first. How many were given in all എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്യാമ്പിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനമുണ്ട്. അതിനായിട്ട് കൊണ്ടുവന്നത് 48 ഓറഞ്ച് ആണല്ലേ, 48 ഓറഞ്ചാണ്. ഇത് കുട്ടികളുടെ 6 കൂട്ടത്തിനും തുല്യമായിട്ട് വീതിക്കണം. ആദ്യം ഓരോ കൂട്ടത്തിനും 6 എണ്ണം വീതം കൊടുത്തു. ആദ്യം എന്ത് ചെയ്തു? ഓരോ കൂട്ടത്തിനും 6 എണ്ണം വീതമാണ് കൊടുത്തതല്ലേ. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര എണ്ണം കൊടുത്തു മക്കളെ? 6 ഇൻറ്റു 6 ചെയ്താൽ പോരെ. ഓരോ കൂട്ടത്തിനും 6 എണ്ണം വീതം കൊടുത്തെങ്കിൽ ടോട്ടൽ കൊടുത്തത് കാണാൻ നമുക്ക് 6 ഗുണിക്കണം 6 ചെയ്യണമല്ലോ. എത്രയാണ് നമുക്ക് കിട്ടുക? 36 എന്ന് കിട്ടും, 36 എന്ന് കിട്ടും. ബാക്കി എത്രയുണ്ട് മക്കളെ? ബാക്കി കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 48
മൈനസ് എന്ത് ചെയ്യണം 36 ചെയ്യണം. 48 കുറയ്ക്കണം, നമ്മൾ എന്ത് ചെയ്യണം 48 കുറയ്ക്കണം 36 ചെയ്യണം. മൈനസ് ചെയ്ത് നോക്കിക്കുക മക്കളെ. 8 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 1 ആണ്. അപ്പോൾ ബാലൻസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ലെഫ്റ്റ് എത്രയാണുള്ളത്? 12 ആണുള്ളത്. എത്രയാണ്? 12 ആണുള്ളത്. ഓക്കെ മക്കളെ, ഇനി എന്ത് ചെയ്തു? ഇവ 2 എണ്ണം വീതം കൊടുത്താൽ ബാക്കി 12 എണ്ണയല്ലേ ഉള്ളൂ മക്കളെ, ബാക്കി 12 എണ്ണയല്ലേ ഉള്ളൂ. ഹൗ അബൌട്ട് ഗിവിങ് 2 ഓറഞ്ചസ് ടു ഈച്ച് ഗ്രൂപ്പ് ഫ്രം ദിസ്, അല്ലേ? ആ ഇതിൽ നിന്ന് ഓരോ ഗ്രൂപ്പിന് ഇനിയും 2 എണ്ണം വീതം കൊടുത്താൽ ഹൗ മെനി ഗിവൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ 6 ഗ്രൂപ്പിന് 2 എണ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് മക്കളെ? 6 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. എത്രയാണ്? 12 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് ബാലൻസ് ഉള്ളത് കഴിഞ്ഞല്ലോ മക്കളെ. ബാലൻസ് 12 അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് കൊടുക്കാനായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഓരോ കൂട്ടത്തിനും എത്രയാണ് കിട്ടിയത്? ആദ്യം എത്ര കിട്ടി മക്കളെ? ആദ്യം 6 കിട്ടി, പിന്നെ 2 എണ്ണം വീതം കിട്ടിയില്ല. ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട്? 8 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി നോക്കിക്കേ, നമ്മളോട് പറഞ്ഞത് എന്താണ്? When 48 oranges were divided equally among 6 groups, how many did each group get? എന്താണ് പറഞ്ഞത്? Among 48 oranges were divided equally among 6 group, how many did each group get എന്നാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? അതായത് 48 ഓറഞ്ച് 6 കൂട്ടത്തിൽ തുല്യമായി വീതിച്ചു കൊടുത്തപ്പോൾ ഓരോ കൂട്ടത്തിനും എത്ര എണ്ണം കിട്ടി എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? എത്ര എണ്ണമാണ് മക്കളെ കിട്ടിയിട്ടുള്ളത്? എത്രയാണ് കിട്ടിയിട്ടുള്ളത്? യെസ്, 8 ആണ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 8 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ഗണിത രൂപത്തിൽ എഴുതാനാണ് മക്കളത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതുവരെ എഴുതിയത് തന്നെ 48 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 8. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ആ രീതിക്ക് മക്കൾക്ക് എഴുതാം കേട്ടോ. ഇനി നമുക്കവിടെ ഓറഞ്ച് വെച്ചിട്ടുള്ള രീതി നമുക്കവിടെ പിക്ചറിലായിട്ട് തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 6 എണ്ണം വീതം എന്ത് ചെയ്തു? ഒന്നാമത്തെ കൂട്ടത്തിന് കൊടുത്തു, 2-ന് കൊടുത്തു, 3-ന് കൊടുത്തു, 4-ന് കൊടുത്തു, 5-ന് കൊടുത്തു, 6-ന് കൊടുത്തു, അല്ലേ? അതിന് ടോട്ടൽ എല്ലാവർക്കും കൂടി കൊടുത്തപ്പോൾ ടോട്ടൽ എത്ര കൊടുത്തിട്ടുണ്ടായിരിക്കും കണ്ടെത്താനായിട്ട്? 6 × 6 36. 48 മൈനസ് 36 ബാക്കി 12 ആണുള്ളത്. 12 എണ്ണത്തിന് വീണ്ടും 2 എണ്ണം വീതം എന്ത് ചെയ്തു? ഓരോ ഗ്രൂപ്പിനും കൊടുത്തു, അല്ലേ? അതിന് ടോട്ടൽ എത്രയായി? 12 ആയി. 12 മൈനസ് 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 ആയിട്ട് മാറി, അല്ലേ? അപ്പം ഓരോന്നിനും എത്ര എണ്ണം വീതമാണ്? 8 എണ്ണം വീതം കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി നമുക്ക് അതിൻ്റെ മറ്റൊരു രീതി നമുക്ക് മോഡൽ അവിടെ നമ്മളിപ്പോൾ ചെയ്തത് വേറൊരു രീതിയിൽ നമുക്ക് അവിടെ റെപ്രസെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മക്കൾ ജസ്റ്റ് അതുകൂടി നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മക്കൾക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് അറിഞ്ഞാൽ മക്കൾ പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് ആ ഒരു ഹരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഒരുപാട് രീതിയിൽ നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മക്കൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള രീതി ഏതാണ്? നമുക്ക് എപ്പോഴും ഈസി എന്താണ് മക്കൾ? ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതി ഡിവൈഡ് ചെയ്യുന്നതാണ് എപ്പോഴും ഈസി. അതിനായിട്ട് നമുക്ക് എന്തുകൂടി അറിഞ്ഞാൽ മതി? നമ്മുടെ 1 to 10 വരെയുള്ള ആ ഒരു ടേബിൾ കൂടി അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അതും കൂടി മക്കൾ നോക്കുക. എന്നിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് മക്കൾ പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 10 വരെയുള്ള മക്കൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.